മിക്ക വീടുകളിലും രോഗാവസ്ഥയിലുള്ളവരും ഡയറ്റ് നോക്കുന്നവരൊക്കെയാണ് ഓട്സ് കൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കി കഴിക്കും. എല്ലാവർക്കും ഓട്സ് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല കഴിക്കുന്നത്, പുട്ടായിട്ടും ഓരോ ടൈപ്പിൽ ഉണ്ടാക്കി കഴിക്കും. പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ഓട്സ് പൊടിച്ചത് വേണം. പൊടിച്ചതിലേക്ക് നമ്മൾക്കൊരു 4 സ്പൂൺ 4-5 സ്പൂൺ പാല് ചേർത്ത് കലക്കി വയ്ക്കാം. പാലില്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് വേണം, പിന്നെ 2 എഗ്ഗ് വേണം. എഗ്ഗ് നമ്മളിതിലേക്ക് തട്ടിപ്പൊട്ടിച്ചൊഴിച്ച് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ഒരു സബോള അരിഞ്ഞത് എല്ലാം ചീകി എടുക്കണം കേട്ടോ. സബോള, പച്ചമുളക്, പിന്നെ കുറച്ച് കുക്കമ്പർ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു ടൊമാറ്റോ ഇടാം. ഞാനിത് ബേബി ടൊമാറ്റോ ആയിരുന്നു, 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വയ്ക്കാം. അത് കഴിഞ്ഞൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നല്ലപോലെ ഒരു കുഞ്ഞ് പീസ് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കുക. ബട്ടർ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതിന് മീതെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൂട്ടൊഴിക്കുക. കുറച്ച് വെള്ളം പോലെയൊക്കെ ആയിരിക്കും, അതൊന്നും കാര്യമാക്കണ്ട. അടച്ച് വെച്ച് 4 സൈഡ് സിമ്മിലിട്ട് വേണം വയ്ക്കാൻ. തീ ഒരിക്കലും കൂട്ടരുത്. നല്ലപോലെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് പോരാറാകുമ്പോൾ നമ്മളൊരു വേറൊരു ഫ്രൈ പാൻ അടുപ്പ് അതിൻ്റെ മുകളിൽ കമത്തി വെച്ച് നമുക്കതിനെ ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ ഈ പാത്രത്തിലേക്ക് വീണ്ടും നമുക്ക് ഷിഫ്റ്റ്, ചൂടുള്ള തവയിലേക്ക് വീണ്ടും നമുക്കതിനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ വശവും നല്ലപോലെ വേവണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്മിലിട്ട് 4 വശവും ചൂട് കയറ്റി പതുക്കെ എല്ലാ വശത്തേക്കും മാറ്റി വെച്ച് സിമ്മിൽ തന്നെ ഇട്ട് വേവിക്കണം. എന്നാലേ ഓട്സിൻ്റെ വേവും പച്ചക്കറിയുടെ വേവും ഒക്കെ റെഡിയാവുള്ളൂ. എന്നാലേ ഓട്സ് ഓംലെറ്റ് മുറിക്കുമ്പോൾ കഷ്ണമായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അത് കഴിഞ്ഞ് ആ വശം ഇളകി വരാൻ തുടങ്ങുമ്പോൾ നമുക്കതൊരു പാത്രം, ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ നമുക്ക് പാത്രം ഇങ്ങനെ കമത്തി വെച്ച് അതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള ചാനലിൽ ഇതുപോലെ നല്ല നല്ല ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പിന്നെ അതുമല്ല, ഇത് ഉണ്ടാക്കി വെച്ചാൽ ഈ സംഗതി കഴിഞ്ഞു പോണ വഴി അറിയത്തില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ബൈ.